എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മുസട്ടോബി എന്ന് പേരുള്ള ഒരു ആനിമൽ അതാണെങ്കിൽ ആനയ്ക്ക് ചുറ്റും അങ്ങനെ റൗണ്ട് ചെയ്ത് പറന്ന് നടക്കുകയാണ്. അപ്പോഴായിരിക്കും ആനയുടെ കാലുകളിൽ പറ്റിയ ആ വലിയ പരുക്ക് അത് അവൻ ശ്രദ്ധിക്കുക. അവൻ ആ പരുക്ക് കണ്ട് ഷോക്കാവും. അത് നിസ്സാര പരുക്കല്ല, എത്രയും വേഗം മെഡിസിൻ കൊടുത്തിട്ടില്ല എങ്കിൽ ആനയുടെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ വലിയ ബാഗൊക്കെ തുറന്നു പിടിച്ച് അവൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം തരുമെന്ന് ചോദിക്കും. ക്യാറ്റ് കിങ് ആണെങ്കിൽ അതിന് ക്യാഷ്ഡായിട്ട് പറയും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ക്യാറ്റ് കിങ് അവരുടെ ഫുഡ് സ്റ്റോറേജ് അതങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോഴായിരിക്കും ആനയ്ക്ക് ചുറ്റും റൗണ്ട് ചെയ്ത ആ ഒരു ആനിമൽ അത് സ്പീഡിൽ പറന്നു വന്ന് ലൂഫിയെ ഇടിച്ച് താഴേക്ക് വീഴുക. അവനാണെങ്കിൽ ഇപ്പൊ ടെൻഷനായിട്ട് അവിടെ ഉള്ളവരോട് പറയും, ആ ജയന്റ് ആനയ്ക്ക് ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. അതിന്റെ കാലിൽ നിന്ന് ഓൾറെഡി ഒരുപാട് രക്തം പുറത്തേക്ക് പോയി കഴിഞ്ഞു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ അവസ്ഥ അത് വളരെ മോശമായി തീരും എന്നവൻ പറയുമ്പോഴേക്കും നമ്മുടെ ആന അത് വേദന കൊണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോവാണ്. പക്ഷെ അപ്പോഴും ആനയാണെങ്കിൽ ആ വേദനയെല്ലാം സഹിച്ച് മുൻപോട്ടേക്ക് നടന്നുകൊണ്ടേയിരിക്കും. ചോപ്പർ ആണെങ്കിൽ അത് കേട്ട് പറയും, ലൂഫി നമുക്ക് എത്രയും വേഗം അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. സോ നമ്മുടെ യാത്ര ഒരല്പം വൈകിപ്പിക്കണം. ലൂഫി ആണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ഓക്കെ പറയാണ്. ചോപ്പർ പറയും, എത്രയും വേഗം ഹെർബ്സ് കൊണ്ടുവരണം. മാത്രമല്ല അതിന്റെ ജയന്റ് കാലാണ്, അതിനിടാൻ പറ്റിയ കോട്ടണും ബാൻഡേജും ആവശ്യമാണ്. അതിന് റോബിൻ പറയും, കുഴപ്പമൊന്നുമില്ല, അതിനാവശ്യമായിട്ടുള്ള ബാൻഡേജ് ഞാൻ എത്തിക്കാം. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡോഗ് കിങ്ങിനോട് അവരുടെ കപ്പലുകൾ അത് കാണിച്ചു തരാനായിട്ട് പറയും. കപ്പലുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും അതെല്ലാം തന്നെ ആ ജാക്ക് വില്ലൻ അവൻ തകർത്തിട്ടതായിട്ട് അവർ കാണുക. ഫ്രാങ്കി നല്ലൊരു കപ്പൽ മെക്കാനിക്കാണ്. അവൻ ഈസി ആയിട്ട് വലിയ വലിയ കപ്പലുകൾ ഉണ്ടാക്കും. സോ നമ്മുടെ ആള് ഇപ്പോ ആ കപ്പലുകളുടെ പാച്ച് വർക്ക് അത് നടത്താനായിട്ട് തുടങ്ങും. സോറോ, ബ്രൂക്ക്, ആ ഐലാൻഡിലുള്ളവര് അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ ഫ്രാങ്കിയെ സഹായിക്കുകയാണ്. വാണ്ടയ്ക്കാണെങ്കിൽ അവളുടെ ഇമോഷൻസിനെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ ആൾക്കാര് അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇവിടെ നാമിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. കാരണം മോമിന്റെ ഐലാൻഡിലേക്ക് പോവാൻ അവൾക്ക് ഒരു റൂട്ട് ചാർട്ട് അത് അത്യാവശ്യമായിട്ട് വേണം. അത് മനസ്സിലാക്കിയ പെട്രോ ആണെങ്കിൽ ഇപ്പൊ നാമിയോട് പറയും, ഞങ്ങളുടെ കയ്യിൽ ഒരു സീ ചാർട്ട് ഉണ്ട്, അതുപയോഗിച്ച് ഈസി ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ബിഗ് മോമിന്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ട് എത്താനായിട്ട് കഴിയും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ ഒരുപാട് ഹെർബ്സ് അവിടെയുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി അത് വളരെ റെയർ ആയിട്ടുള്ള ഹെർബാണ്. പക്ഷെ എന്താ, അത് ആ ഐലാൻഡിൽ ഒരുപാടുണ്ട്. അവിടെയുള്ള ഡോക്ടേഴ്സിനൊന്നും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവരാണെങ്കിൽ നാണിച്ച് അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ റോബിൻ അവൾ ഒരുപാട് പേരുടെ കയ്യിൽ കുറെ തുണികളൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം അവൾ അവളുടെ കൈകൾ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം തന്നെ പരസ്പരം സ്റ്റിച്ച് ചെയ്ത് വലിയൊരു ബാൻഡേജ് പോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് അങ്ങനെ നെയ്തെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബ്രൂക്ക് ആണെങ്കിൽ ആവശ്യമായ മരങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് അങ്ങനെ വെട്ടി വെട്ടി ഇടുകയാണ്. അവനെ അസിസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഡോഗ്സും അവിടേക്ക് ഓടിയെത്തും. ബ്രൂക്കിനെ ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അവര് ബ്രൂക്കിനെ കയ്യിൽ കിട്ടേണ്ട താമസം അവനെ ഉരുട്ടി നിലത്തിട്ട് അവന്റെ ബോഡി അങ്ങനെ നക്കി കടിച്ചുമൊക്കെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് സോറോ അവൻ ആരുമില്ലാത്ത ഏതോ ഒരു ഡയറക്ഷനിൽ പോയി നിന്ന് മരങ്ങളൊക്കെ വെട്ടിയിടുകയാണ്. അത് കണ്ട ലോ ആണെങ്കിൽ, ഓ നോ, നീ ഇങ്ങനെ ഒരു മണ്ടനാണോ? ആക്ച്വലി ഈ മരങ്ങൾ കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. മാത്രമല്ല ഇതിപ്പോ കൊണ്ടുപോവാൻ ഇവിടെ ആരുമില്ല. നീ ഒരുപാട് ദൂരത്ത് വന്നാണ് മരങ്ങളൊക്കെ വെട്ടിയെന്ന് പറയും. അതിന് സോറോ പറയും, കുഴപ്പമില്ല, ഇത് ഞാൻ തന്നെ ചുമന്ന് അവിടേക്ക് കൊണ്ടുപോകും. പക്ഷെ ലോയ്ക്ക് അറിയാം നമ്മുടെ ചെക്കൻ സോറോ അവൻ എപ്പോഴും അവന്റെ ലൊക്കേഷൻ തെറ്റിക്കുമെന്ന്. സോ ലോ തന്നെ അത് ആവശ്യമായ സ്ഥലത്തേക്ക് അങ്ങനെ ഷാമ്പിൾ ചെയ്ത് എത്തിക്കും. മറ്റൊരു ഭാഗത്ത് വാണ്ടയാണെങ്കിൽ ഇപ്പൊ നാമിയുടെ കയ്യിൽ അവരുടെ കയ്യിലുള്ള ആ സീ ചാർട്ട് അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരുപാട് പഴയതായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കേടുപാടുകളും ചെളിയൊക്കെ അതിലങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. പക്ഷെ നാമിക്കാണെങ്കിൽ അത് കിട്ടിയാൽ മതി, അവൾ ഈസി ആയിട്ട് എല്ലായിടത്തേക്കുള്ള ലൊക്കേഷൻ കണ്ടെത്തും. നാമി അങ്ങനെ ആ മാപ്പൊക്കെ കാര്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ക്ലൈമറ്റ് പതിയെ ചേഞ്ച് ആവുന്നത് അവൾ ശ്രദ്ധിക്കുക. അവൾ അതുകൊണ്ട് ടെൻഷനായി പുറത്തേക്ക് ആ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് നോക്കി അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ ചുറ്റിക, ആണി, ബാക്കിയുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഒരുപാട് ബോട്ടുകൾ ക്ഷണനേരം കൊണ്ട് ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സത്യത്തിൽ നമ്മുടെ ഫ്രാങ്കി അവനൊരു സൈബോർ കാണുന്നു. അവന്റെ ചിന്ത അത് മനുഷ്യരെ കഴിഞ്ഞും 10 മടങ്ങാണെന്നുള്ള കാര്യം അത് അവിടെയുള്ളവർക്ക് അറിയില്ല. ഫ്രാങ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും ബോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ചോപ്പർ അവനൊരു വിധത്തില് വെർബുകളൊക്കെ കളക്ട് ചെയ്ത് എല്ലാ വെർബുകളും സമൂലം ചേർത്തരച്ച് മെഡിസിൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. റോബിൻ ആണെങ്കിൽ ഇഷ്ടം പോലെ തുണികളൊക്കെ തുന്നിച്ചേർത്ത് ഇപ്പൊ ഒരുപാട് പ്ലാസ്റ്ററും അതുപോലെ തന്നെ കോട്ടൺസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ളതും അവളിപ്പോ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ താഴേക്ക് ബോട്ടുകളൊക്കെ കെട്ടിയിറക്കാനുള്ള സെറ്റപ്പ് അത് റെഡിയാക്കി കഴിഞ്ഞു. ഇവിടെ നാമി ആണെങ്കിൽ
ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. വാണ്ടയാണെങ്കിൽ കാര്യം തിരക്കും. അതിന് നാമി പറയും വളരെ പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില ലൈറ്റ്നിങ് ഒക്കെ ഇവിടെ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ആനയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലൈറ്റ്നിങ്ങിൽ പെട്ട് വലിയ അപകടം ഉണ്ടാവും. കാരണവശാലും ഇപ്പൊ മെഡിസിൻ കൊടുക്കാനായിട്ട് ആരെയും താഴേക്ക് വിടാൻ പാടില്ല എന്ന് നാമി തീർത്തു പറയും. പക്ഷേ ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബോട്ടിൽ വടമൊക്കെ കെട്ടി പതിയെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു. ചോപ്പർ ആണെങ്കിൽ വലിയൊരു ബക്കറ്റിൽ മെഡിസിൻ ഫില്ല് ചെയ്ത് അത് ബ്രഷിൽ മുക്കി ആനയെ മൊത്തത്തിൽ അടിച്ചെടുക്കുകയാണ്. ആക്ച്വലി ആ മെഡിസിന് ഒരല്പം നീറ്റൽ കൂടുതലാണ്. ആനയ്ക്ക് നന്നായിട്ട് അറിയാം അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നതെന്ന്. അതുകൊണ്ട് വേദനയൊക്കെ സഹിച്ച് അത് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ചോപ്പറിന്റെ ടീമിലുള്ള ഒരു ലേഡിക്ക് ഇപ്പൊ ചോപ്പറിന്റെ കഴിവും പവറും ഒക്കെ കാണുമ്പോൾ അവന്റെ അസിസ്റ്റന്റ് ആവണമെന്നൊരു ആഗ്രഹം തോന്നും. ഇവിടെ ചോപ്പർ മെഡിസിൻസ് എല്ലാം ഫുള്ളായിട്ട് അങ്ങനെ അതിന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പ്ലാസ്റ്റർ ഇടുക എന്നൊരു ചടങ്ങ് മാത്രം. പക്ഷെ അപ്പോഴേക്കും ദൂരത്തായിട്ട് ലൈറ്റ്നിങ്ങും തണ്ടറും ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ശക്തിയായിട്ട് അവിടേക്ക് ചുഴലിക്കാറ്റടിക്കാൻ തുടങ്ങും. ഒരു ആൾക്കാരുമാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. പക്ഷെ അപ്പോഴും അവര് പ്രതീക്ഷ കൈവിടാതെ അവര് പ്ലാസ്റ്റർ അത് ചുറ്റാനായിട്ട് തുടങ്ങും. ആനയോട് എങ്ങനെയെങ്കിലും വേദന സഹിച്ച് ആ ഇടിയെയും മിന്നലിനെയും കാറ്റിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറയും. ആനയും അതിനെ കൊണ്ട് പറ്റും പോലെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ക്യാരറ്റും അവിടെയുള്ള കുറച്ചു പേരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായി അങ്ങനെ ഓടി വരികയാണ്. ടാങ്കിക്കാണെങ്കിൽ ആ കയറ് കാണുമ്പോൾ ഒരുപാട് പേടിയാവും. ഇത്തരത്തില് ശക്തിയായിട്ട് കാറ്റടിച്ച കണക്ട് ചെയ്ത ഹുക്കും ആ കയറും അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ എത്രയും വേഗം കയറ് മുകളിലേക്ക് വലിച്ച് അവരെ സേഫ് ആക്കാനായിട്ട് പറയും. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ് ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് എടുത്തു ചാടി മുൻപോട്ടേക്ക് ഓടും. അപ്പുറം ആൾക്കാരും ആവട്ടെ ഇപ്പോഴും നിർത്താതെ പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ബോട്ട് അത് ശക്തിയായ കാറ്റില് അങ്ങനെ ആടി ഉലഞ്ഞു വന്ന് ആ ആനയുടെ ദേഹത്ത് ആഞ്ഞിടിക്കുകയാണ്. ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ ആ ബോട്ട് അധികം വൈകാതെ തകരും. ചില ബോട്ടുകളിലുണ്ടായിരുന്ന ആൾക്കാർ ആ കാറ്റിന്റെ ഫോഴ്സിൽ പറന്നു പോവാണ്. ഉടനെ ലൂഫി അവൻ ചാടി വീണ് അവരെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. ആ സമയത്ത് ആന മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ കയറുകളെല്ലാം തന്നെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വലിയ സ്റ്റിക്ക് അത് തകർന്ന് ബോട്ടുകളെല്ലാം പതിയെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പേടിച്ച് നിലവിളിക്കും. ലൂഫി ചാടി വന്ന് ഇപ്പൊ ആ ട്രാക്കിനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ആ ഗ്യാപ്പിൽ റോബിനാണെങ്കിൽ അവളുടെ കൈകള് അതുപയോഗിച്ച് ഒരു സ്റ്റെപ്പ് അങ്ങനെ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യാണ്. ഉടനെ ബോട്ടിലുണ്ടായിരുന്നവരെല്ലാവരും ആ സ്റ്റെപ്പിലൂടെ കയറി മുകളിലേക്ക് കയറിയെത്തും. എല്ലാവരും മുകളിലേക്ക് സേഫായി എത്തിയതും കാറ്റും കോളും ഇടിയും മിന്നലും അതെല്ലാം തന്നെ അവസാനിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ തകർന്ന ട്രാക്ക് അത് ശരിയാക്കി നമ്മുടെ ആൾക്കാർ വീണ്ടും ആനയുടെ കാലില് ആ പ്ലാസ്റ്റർ അത് കെട്ടാനായിട്ട് പതിയെ ബോട്ടിലൂടെ താഴേക്ക് ഇറങ്ങും. ലൂഫി ആണെങ്കിൽ വീണ്ടും അവരുടെ സ്റ്റോറേജിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങൾ അടുത്ത ബാഗിൽ ഫില്ല് ചെയ്യാണ്. ലൂഫിയുടെ സഹായത്തിന് ക്യാരറ്റ് അവന്റെ കൂടെ തന്നെയുണ്ട്. അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇത്രയും നല്ല ആൾക്കാരെ കിട്ടിയതിൽ ഞാൻ നാമി, ചോപ്പർ, സാഞ്ചി, റോബിൻ എന്നിങ്ങനെ എല്ലാവരുടെയും പേരുകളും അവരുടെ സ്പെഷ്യാലിറ്റിയും പവറുകളും അതെല്ലാം തന്നെ ക്യാരറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാരറ്റ് ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അങ്ങനെ അവൾ ഇംപ്രസ് ആയി നിൽക്കുന്ന ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും അവന്റെ ബാഗിലേക്ക് മുഴുവനായിട്ടും അങ്ങനെ കുത്തിത്തിരികെ കയറ്റുകയാണ്. ലൂഫി ആണെങ്കിൽ ക്യാരറ്റിനോട് ഈ ഒരു ബാഗ് അത് ഗേറ്റിന് മുൻപിൽ വെക്കാൻ പറയും. അതിനുശേഷം അവനാണെങ്കിൽ പെപ്പോംസിന്റെ അടുത്തേക്ക് പോവാണ്. ഇതാ ചോപ്പറും ടീമും അവർ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന്റെ ഫലമായി ആ ഒരു പ്ലാസ്റ്റർ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വിജയശ്രീ ലാളിതരായി മുകളിലേക്ക് വന്ന നമ്മുടെ ആൾക്കാരോട് സിസിലിയൻ അവൻ വീണ്ടും നന്ദി പറയും. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ് അവൾ നോക്കത്താ ദൂരത്തുള്ള ആ കടൽ നോക്കിയിരിക്കുകയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം കടലിലൂടെ സെയിൽ ചെയ്ത് പോകണം എന്നതാണ്. ഇരുന്നിട്ട് കാര്യമില്ല, എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവളിപ്പോ ഒരു പഴക്കൊല കുഞ്ഞിക്കൊരങ്ങനെ കഴിക്കാനായിട്ട് കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ പെപ്പോപ്സിനെ തേടി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.